നിങ്ങൾ ഡെയിലി ഒരു 125 രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ മാസം ഒരു 3800 ആ റേഞ്ചിൽ EMI അടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ്. ചെറുവാനം നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് വാനാണ്. കഴിഞ്ഞ വർഷം അതായത് 2025 യൂസ്ഡ് കാറുകൾ എടുക്കുന്ന സകല ആളുകളെ കൊണ്ട് 2026 തുടക്കത്തിൽ തന്നെ ഞാനൊരു കാർ എടുപ്പിക്കും. അതിനുള്ള എല്ലാ വകയും ഇന്നത്തെ വീഡിയോ ഉണ്ട്. അതിനു മുന്നേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് പുതിയ ഓഫേഴ്സ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പുതിയ പോളിസികൾ നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സാധനം പൊട്ടിച്ചിട്ട് നമ്മൾ വീഡിയോ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഏതൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് പുതിയ പോളിസി എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ എടുത്ത് പറയേണ്ടത് ഇത് തന്നെയാണ്. കാറുകൾക്കെല്ലാം തന്നെ ലൈഫ് ടൈം വാറണ്ടി. ആദ്യം 1 മാസമാണ് വാറണ്ടി കൊടുത്തിരുന്നത്, ഇപ്പോൾ ലൈഫ് ടൈം വാറണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് നമുക്ക് വാഹനങ്ങൾ എടുക്കാം. ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ വെറും 4 മണിക്കൂർ കൊണ്ടാണ് ലോൺ അപ്രൂവൽ നൽകുന്നത്. അതായത് നമുക്ക് വാഹനങ്ങൾ നോക്കാൻ വരുന്ന ദിവസം നമുക്ക് വാഹനങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സെയിം ഡേ തന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നു ചുരുക്കം. അതായത് നമുക്ക് പിന്നീട് ഒരു ദിവസം അതിനായിട്ട് വരേണ്ട ആവശ്യമില്ല. ആധാർ കാർഡും പാൻ കാർഡൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കി അപ്പം തന്നെ 4 മണിക്കൂർ കൊണ്ട് ലോൺ അപ്രൂവൽ നൽകും. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം 30 ദിവസത്തെ റിട്ടേൺ പോളിസിയാണ്. അതായത് നിലവിൽ ഇന്ത്യയിൽ ഈ ഒരു കമ്പനി മാത്രമാണ് 30 ദിവസത്തെ റിട്ടേൺ പോളിസി കൊടുക്കുന്നത്. എന്താണ് റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു വാഹനം, അതായത് ഈ ഒരു വാഹനം നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് ഈ വാഹനത്തിന് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ കംപ്ലൈൻറ്റോ അതുപോലെ തന്നെ നമുക്ക് വാഹനം ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 30 ദിവസത്തിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു വാഹനം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മുഴുവൻ തുകയും നമുക്ക് റീഫണ്ട് ആയിട്ട് നൽകും. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അയ്യോ ഇത് നമ്മുടെ തലയിലായി എന്നുള്ള തോന്നൽ വേണ്ട എന്ന് ചുരുക്കും. അതായത് പെട്ടുപോകില്ല യൂസുകാർ എടുത്തിട്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. പിന്നെ മറ്റൊരു കാര്യം, ഏകദേശം ഒരു 200-ലധികം വാഹനങ്ങൾ സ്റ്റോക്ക് ഇപ്പോൾ നിലവിലുണ്ട്. എല്ലാ വാഹനങ്ങളും 300-ലധികം ക്വാളിറ്റി ചെക്കിംഗ് പാസ്സായിട്ടുള്ള വാഹനങ്ങളാണ്. അതായത് ഒരു വാഹനത്തിന് എങ്ങനെ പോയാലും 2000-ന് പുറത്ത് പാർട്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ വേണ്ടപ്പെട്ട ബ്രേക്ക് സൈഡ്, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ സൈഡ്, എൻജിൻ സൈഡ്, അങ്ങനെയുള്ള വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒരു 300-ലധികം ചെക്ക് പോയിന്റ് കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ പാസ്സായിട്ടുള്ള വാഹനങ്ങളാണ് ഈ കിടക്കുന്ന എല്ലാ വാഹനങ്ങളും. അതുകൊണ്ട് തന്നെ നമുക്കൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല. ഇനി നിങ്ങൾക്കൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല, പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാം. പിന്നെ എടുത്തു പറയേണ്ടത്, ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ യാർഡാണ്. അതായത് വാഹനങ്ങൾ ഇത്രയും സ്റ്റോക്കുള്ള ഒരു ഷോറൂം വേറെ കേരളത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയേറെ വാഹനങ്ങൾ സ്റ്റോക്കുള്ള ഒരു യാർഡാണ്. അതായത് എല്ലാത്തരം കാറുകളും നിലവിൽ ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഹാച്ച് ബാക്ക് വേണോ, സെഡാൻ സെഗ്മെന്റ് വേണോ, അതേപോലെ തന്നെ SUV സെഗ്മെന്റ് വേണോ, MUV വേണോ, MVP വേണോ, പിന്നെ അതുപോലെ തന്നെ പെട്രോൾ വണ്ടി വേണോ, ഡീസൽ വണ്ടി വേണോ, മാനുവൽ വേണോ, ഓട്ടോമാറ്റിക് വേണോ, എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങളും നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ യാർഡിലാണ് ഇന്ന് നിൽക്കുന്നത്. ഒരുപാട് വാഹനങ്ങളുണ്ട്. എല്ലാം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും എല്ലാ സെഗ്മെന്റിൽ നിന്നും ഒരു 10ഓളം വാഹനങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇനി നിങ്ങൾക്ക് നിലവിലുള്ള വാഹനങ്ങളുടെ സ്റ്റോക്ക്, അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ Cars24 എന്ന് പറയുന്ന ഇവരുടെ ആപ്പ് ഉണ്ട്. ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. അത് എടുത്തു കഴിഞ്ഞാൽ വാഹനങ്ങൾ കൊടുക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ആ ഒരു ആപ്പ് വഴി തന്നെ എല്ലാ കാര്യങ്ങളും നടത്താവുന്നതാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതുവരെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്പെക്ഷൻ ടീം നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ആയി വന്ന് വാഹനങ്ങൾ ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ അവരൊരു പ്രൈസ് അങ്ങോട്ട് പറയും. അതിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ആ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. പിന്നെ പേപ്പർ വർക്കിന് കാര്യം നോക്കേണ്ട ആവശ്യമില്ല. പേടിക്കാതെ തന്നെ നമുക്ക് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഇത് Cars24 ആണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പേപ്പർ വർക്കാണെങ്കിൽ ശരി, RC ട്രാൻസ്ഫർ, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ കൊടുക്കുകയും ചെയ്യാം, വാഹനങ്ങൾ വാങ്ങുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തോളൂ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അവർ പറയുന്ന പ്രൈസിൽ ഓക്കെ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. നിർബന്ധിച്ചിട്ട് വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരെ ഇൻഫോം ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് താല്പര്യമെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ ഡെയിലി ഒരു 125 രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ മാസം ഒരു 3800 ആ റേഞ്ചിൽ EMI അടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ്. ചെറുവാനം നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് വാനാണ്. ഇത് 2017 മോഡൽ ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ്. എറാ പ്ലസ് ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറുവാഹനം തന്നെയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,95,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ഇത് 2018 മോഡൽ റെനോൾട്ട് കമ്പനിയുടെ കിഡാണ്. RXL ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 91,400 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇൻഷുറൻസ് അടക്കം എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഈ ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,08,000 രൂപയാണ്. ഇത് 2022 മോഡൽ ടാറ്റ കമ്പനിയുടെ പഞ്ചാണ്. അക്കംപ്ലിഷ് ആണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. 21,900 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1200 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല കേട്ടോ. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 6,22,000 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ലോണും ചെയ്യാൻ പറ്റും.
ഇത് 2022 മോഡൽ ടാറ്റ കമ്പനിയുടെ അൾട്രോസ് ആണ്. XM+ ആണ് വേരിയന്റ്, പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,16,000 രൂപയാണ്. മാക്സിമം ലോഞ്ച് ചെയ്യാൻ പറ്റും. ഇത് 2019 മോഡൽ ഫോർഡിന്റെ ഫ്രീ സ്റ്റൈലാണ്. ആംബിയന്റ് ആണ് വേരിയന്റ്. 1200 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 39,000 കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,62,000 രൂപയാണ്. നമുക്കൊരു 6,300 രൂപ മാസം EMI അടക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മാക്സിമം ലോൺ കിട്ടുന്ന വാഹനമാണ് കേട്ടോ. ഇത് 2018 മോഡൽ മഹേന്ദ്ര കമ്പനിയുടെ KUV 100 ആണ്. NXT K2 ആണ് വേരിയന്റ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 29,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,05,000 രൂപയാണ്. നമുക്ക് മാസം EMI വരിക ഒരു 5,300 ആ റേഞ്ചിലാണ്. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്, കണ്ടീഷൻ വെഹിക്കിളാണ്. ഇത് 2021 മോഡൽ ടാറ്റ കമ്പനിയുടെ നെക്സോൺ ആണ്. XZA+ ആണ് വേരിയന്റ് വരുന്നത്. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 56,400 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 6,53,000 രൂപയാണ്. ഇത് 2013 മോഡൽ ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന വാഹനമാണ്. ആസ്റ്റ ഓപ്ഷനിലാണ് വേരിയന്റ്, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 57,700 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റ്, അതായത് ഫുൾ ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. 1.2 പെട്രോൾ കാപ്പ് എഞ്ചിനാണ് വരുന്നത്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,89,000 രൂപയാണ്. മാക്സിമം ഫുൾ ലോൺ കിട്ടും. നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാൽ മതി. ഇത് 2019 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. VXC ആണ് വേരിയന്റ് വരുന്നത്. 69,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെ അത് ഫാൻസി നമ്പർ കൂടിയാണ്. പിന്നെ പോരാത്തതിന് 2 എയർ ബാഗ്, ABS, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വാഹനം നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ചോദിക്കുന്ന പ്രൈസ് 2,87,000 രൂപയാണ്. ഒരു 5,000 രൂപ മാസം EMI അടക്കാനുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ K10 ആണ്. VXC ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 33,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. ഈ വാഹനം മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. ചോദിക്കുന്ന പ്രൈസ് 2,06,000 രൂപയാണ്. മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ അവൈലബിൾ ആണ്. മാസം ഒരു 6,800 രൂപ മാസം അടക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാം. ഇത് 2021 മോഡൽ മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ VXC ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ചോദിക്കുന്ന പ്രൈസ് 3,49,000 രൂപയാണ്. മാക്സിമം നമുക്ക് ഫുൾ ലോൺ അവൈലബിൾ ആണ്. ഒരു 6,150 രൂപ മാസം നമ്മൾ EMI അടക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇത് 2024 മോഡലിലെ ഹ്യുണ്ടായുടെ എക്സ്റ്റർ ആണ്. SX ഓപ്ഷനിലാണ് വേരിയന്റ്, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 9,100 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 7,43,000 രൂപയാണ്. നമുക്ക് മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. നമുക്കൊരു 13,000 രൂപയൊക്കെ മാസം EMI അടക്കാനുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി.